ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാനിയൻ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ട് നമ്മൾ നേരത്തെ നൽകിയതാണ്. അതിൽ ചില പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. 101 പേരെയാണ് കാണാനില്ല എന്ന വിവരം. 78 പേർക്ക് പരിക്കേറ്റു. അന്തർവാഹിനി ആക്രമണം എന്ന നിഗമനം. ഇറാൻ യുദ്ധക്കപ്പലായ ഐറിസ് ദേനെയാണ് ആക്രമിക്കപ്പെട്ടത്. PR അരവിന്ദ് കൂടുതൽ വിശദാംശങ്ങളുമായി. അരവിന്ദ്, 180 യാത്രക്കാരുണ്ടായിരുന്നു, 180 പേരാണ് ആകെ ഉണ്ടായിരുന്നത് എന്നതാണ്. ഇപ്പോൾ അതിലെന്താണ് കൂടുതൽ വിശദാംശങ്ങൾ, അപ്ഡേറ്റ്സ്? അനുജ 32 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള ശ്രീലങ്കൻ സർക്കാരിന്റെ സ്ഥിരീകരണം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ദേനയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്തായാലും അപകട വാർത്ത ശ്രീലങ്കൻ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് ശ്രീലങ്കൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ശ്രീലങ്കൻ നാവികസേനയും അതുപോലെ തന്നെ വിമാനങ്ങളടക്കമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഒരു അപായ സിഗ്നൽ ശ്രീലങ്കൻ കോസ്റ്റ് ഗാർഡിന് ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് 180 പേരുമായി പോയ ഇറാനിയൻ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. 180 പേർ ഈ കപ്പലിൽ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു അന്തർവാഹിനി ആക്രമണം ഉണ്ടായി എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ മിലൻ 2026 നാവിക അഭ്യാസത്തിലടക്കം പങ്കെടുത്ത യുദ്ധക്കപ്പലാണ് ഈ ഐറിസ് ദേന എന്ന് പറയുന്നത്. എന്തായാലും ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ ഓഷ്യനിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നു. ശ്രീലങ്കൻ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപായ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീലങ്കൻ പരിശോധന നടക്കുകയും ഇപ്പോൾ 32 പേരെ രക്ഷപ്പെടുത്തിയുള്ള സ്ഥിരീകരണം റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. എന്തായാലും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ളവരെ കണ്ടെത്തുവാനും അതുപോലെ തന്നെ പരിക്കേറ്റവരെ വേണ്ട ചികിത്സ നൽകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് ശ്രീലങ്കൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ദേന ശ്രീലങ്കൻ തീരത്തിന് സമീപം വെച്ച് ആക്രമിക്കപ്പെടുകയായിരുന്നു. 180 പേരാണ് കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത്. അതിൽ 30-ലേറെ പേരെ രക്ഷപ്പെടുത്തിയെന്ന ഏറ്റവും പുതിയ വിവരമാണ് PR അരവിന്ദ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.